ഞങ്ങൾക്കായി കുരിശിൽ മരിച്ച ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിച്ച് സൂക്ഷിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നിൻ്റെ കരുണ ചൊരിഞ്ഞുകൊണ്ട് സകല പാപങ്ങളിൽ വീണ്ടെടുക്കുവാൻ ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ കടന്നു വന്ന ഈശോയെ, ഞങ്ങളങ്ങേ സൂക്ഷിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കുരിശിൽ ഞങ്ങൾക്കായി ജീവൻ ബലിയായി നൽകിയ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിച്ച് സൂക്ഷിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നോൻപിൻ്റെ 2-ാം ദിവസമായ ഇന്നേ ദിനം ജീവനിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്ന അങ്ങയുടെ കൃപയോർത്ത് നന്ദി പറയും. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നവനാണ്. അതുകൊണ്ടാണ് ജീവനും മരണവും നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് അവിടെന്ന് പറയുന്നത്. ജീവൻ നീ തിരഞ്ഞെടുത്താൽ നീ മാത്രമല്ല ജീവിക്കുന്നത്, നിൻ്റെ സന്തതി പരമ്പരകൾ അനുഗ്രഹീതമാകും, നിൻ്റെ വസ്തുവകകൾ അനുഗ്രഹിക്കപ്പെടും. നീ നിൻ്റെ പിതാക്കന്മാരുടെ ദേശത്ത് ദീർഘനാളം സന്തുഷ്ടിയോടുകൂടി ജീവിക്കുമെന്ന് വചനത്തിൽ ഉറപ്പിക്കുന്നു. ഞെരുക്കങ്ങളും പീഡനങ്ങളും കുരിശുകളുമുള്ള വഴികളാണ് ജീവൻ്റെ വഴികൾ. അത് അറിയുവാനും മനസ്സിലാക്കുവാനും ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനും നീ തയ്യാറാകുന്നുവെങ്കിൽ വഴിയും സത്യവും ജീവനുമായ കർത്താവ് മാർഗമായി എന്നെ നീ അനുഗമിക്കുകയാണ്. നീ ജീവൻ്റെ സത്വത്തിലേക്ക് മടങ്ങി വരും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതിരിക്കുവാൻ കർത്താവ് പറയുന്നുണ്ട്. ലോകം മുഴുവനും നീ സ്വന്തമാക്കുവാനായിട്ട് വ്യഗ്രതപ്പെട്ടോടി നടന്നേക്കാം, സ്വന്തമാക്കിയേക്കാം. എന്നാൽ നിൻ്റെ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? അതുകൊണ്ട് നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ജീവനോ മരണമോ, നന്മയോ തിന്മയോ, ഏത് വഴി നീ തിരഞ്ഞെടുത്താലും അത് നിൻ്റെ തന്നെ വഴിയായിരിക്കും. നീ തിരഞ്ഞെടുത്തത് നിൻ്റെ സ്വാതന്ത്ര്യത്തിലാണ്. മാലാഖമാർ പോലും വഴിതെറ്റിപ്പോയപ്പോൾ ആ മാലാഖമാരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. അതാണ് ലൂസിഫറിനെ നശിപ്പിക്കാതെ ദൈവം നിലനിർത്തുന്നതിന് കാരണം. ദൈവം നൽകിയ സ്വാതന്ത്ര്യം ആര് ദുരുപയോഗിച്ചാലും രക്ഷയുടെ മാർഗം അടയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു. സാത്താന് നിന്നെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയും, ഒരിക്കലും നശിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം സർവ്വത്തിൻ്റെ ഉടയവൻ കർത്താവാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടായിരിക്കും. ഈ നോൻപുകാലം ജീവൻ നേടിയെടുക്കാനുള്ള ഒരു കാലമായിരിക്കട്ടെ. രക്ഷയുടെ മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ട് നീ ജീവൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ നിൻ്റെ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുക. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ.